ഹലോ ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഒരു ഫോൺ എടുക്കാൻ പോവാണ് കേട്ടോ. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണ് സെക്കൻഡ് ഹാൻഡ് ഫോൺ ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും ക്യാമറയൊന്നും ക്ലാരിറ്റി ഇല്ലാണ്ടും സ്റ്റോറേജ് ഇല്ലാണ്ടൊക്കെ ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു. ഏട്ടന് വർക്കുണ്ട് കേട്ടോ. ഏട്ടന് വർക്കുള്ളത് കൊണ്ട് തന്നെ ഏട്ടൻ ടൗണിലേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾക്ക് അമ്മായിക്കും ഒരു ഫോൺ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അമ്മായിൻ്റെ വീട്ടിലേക്ക് പോന്നു. അമ്മായിയും മക്കളൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങനെ വണ്ടിക്ക് കാത്ത് നിൽക്കുക. ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ മക്കളെല്ലാവരും കൂടി ഇവിടെ കളീൻ്റെ തിരക്കിലാണ്. അമ്മായി വാതിലെല്ലാം പൂട്ടി. ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ച് ടൗണിലേക്ക് പോകും. അവർ രണ്ടാളും അവിടെ ടൗണിൽ എത്തിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഓട്ടോറിക്ഷ വന്നു. ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ചതൊക്കെ സെക്കൻഡ് ഹാൻഡ് ഫോണാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുതിയ ഫോൺ എന്താ പറയുക യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും പിന്നെ ഇവിടുന്ന് പോകുമ്പോഴേ ഒരു ബഡ്ജറ്റ് നമുക്ക് ഒരു തീരുമാനം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന ബഡ്ജറ്റിൽ ഒതുങ്ങണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടുന്ന് പോകുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഓട്ടോറിക്ഷയിൽ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പടിഞ്ഞാറത്തറ ഒരു ചെറിയൊരു കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഇവിടെയാണ് കേട്ടോ നമ്മൾ ഫോൺ എടുക്കാൻ വന്നിട്ടുള്ളത്. പിന്നെ അങ്ങനെ ഓരോന്നോരോന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കുന്നതിൻ്റെ പുറകെ തന്നെ മാമനും അമ്മായിയും കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ ഉദ്ദേശിച്ച ബഡ്ജറ്റിനനുസരിച്ചുള്ള ഫോൺ അവർ ഓരോന്ന് എടുത്ത് തരുന്നുണ്ട്. നമ്മൾ കുറേയൊക്കെ നോക്കുന്നുണ്ട്. വലിയ വിലേൻ്റെ ഒന്നും നമുക്കിപ്പോൾ എടുക്കൽ നടക്കില്ല. ചെറിയൊരു വിലേൻ്റെ ഒരു ഫോണാണ് നമ്മളിപ്പോൾ ആ ഒരു റേഞ്ചുള്ള നോക്കുന്നത്. അവരും ഏകദേശം അതേപോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ അവൻ ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നുണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ പറഞ്ഞത് നമ്മളെ കയ്യിലുള്ള ബഡ്ജറ്റ് വെച്ചിട്ട് എന്താ പറയുക ഒരു ഇതായിട്ടുള്ളൊരു ഫോൺ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഫോൺ നോക്കുമ്പോൾ നമ്മൾ ഷോപ്പിൽ ഇല്ലായിട്ട് അവർ വേറെ ഷോപ്പിൽ പോയി എടുത്തിട്ട് വരുന്നതായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ടൈമിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അമ്മായിയും മാമനും കൂടി ഫോൺ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരെ മക്കളെല്ലാവരും കൂടി നല്ല കുരുത്തക്കേടായിരുന്നു കേട്ടോ. പിന്നെ അവസാനം എനിക്ക് ഫോണെല്ലാം കൊടുത്ത് അടക്കി ഇരുത്തിയതാണ് കേട്ടോ. പക്ഷേ എൻ്റെ മോളെ ജന്മം ചെയ്താലല്ല, അവളെ അടങ്ങിയിരിക്കില്ല. പിന്നെ അവളെ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നേ. അമ്മായിയും മാമനും ഫോൺ എടുത്തു, അത് പൊട്ടിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ നോക്കിയ ഫോണ് ചെറിയൊരു ഗ്യാപ്പിൻ്റെ ഒരു അരമണിക്കൂർ ഗ്യാപ്പിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വരണമെങ്കിൽ അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് വരണം. അതുകൊണ്ട് തന്നെ ഞങ്ങളെന്താക്കി, ഞങ്ങൾ മക്കളെയും കൂട്ടിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഏട്ടനും മാമനും കൂടിയാണ് ഫോണെല്ലാം എടുത്തിട്ട് വന്നത്. ഇതാട്ടോ അവരെടുത്ത ഫോണ്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.